ഹലോ നമസ്കാരം എല്ലാവർക്കും. ഇന്ന് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് എല്ലാവർക്കും പറയാൻ വിചാരിച്ചു. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ മാരേജ് ചെയ്തിട്ട് മലയാളം ഇങ്ങനെ പഠിച്ചോ, പിന്നെ വീട്ടിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ടോ, പിന്നെ നമുക്ക് വീഡിയോ മാതിരി റിയൽ ലൈഫിലും അങ്ങനെ ഉണ്ടോ എല്ലാവർക്കും ചോദ്യം ഉണ്ടായിരുന്നു, ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് 2 വർഷം കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞാൻ എത്രക്ക് പഠിച്ചിട്ടില്ല കേട്ടോ, ഹോപ്പ് ഉണ്ടായിരുന്നില്ല എത്രക്ക് എനിക്ക് മലയാളി ആൾക്കാർ എത്രക്ക് സ്നേഹം ചെയ്യും, എനിക്ക് എത്രക്ക് റെസ്പെക്റ്റ് ചെയ്യും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് ഇപ്പോൾ കാണുമ്പോൾ ഒരു സ്വപ്നം പോലെ, ഒരു ഡ്രീം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ, കാരണം നിങ്ങളും എനിക്ക് സെക്കൻഡ് ഫാമിലി ഉണ്ടല്ലോ, ലൈഫിലെ സെക്കൻഡ് ഫാമിലി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. എത്ര ആൾക്കാർ എനിക്ക് സ്നേഹം ചെയ്യുന്നുണ്ടോ. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എൻ്റെ മാരേജ് ചെയ്തിട്ട് 6 years ആയില്ലോ. അപ്പോൾ 6 yearsക്ക് മുമ്പ് എൻ്റെ അപ്പുക്കുട്ടൊക്കെ ലവ് ഉണ്ടായിരുന്നു. പക്ഷേ ലവ് സമയത്ത് ഞാൻ അപ്പുക്കുട്ടൊക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ അപ്പുക്കുട്ടൊക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോൾ അപ്പുക്കുട്ട എല്ലാം കേട്ടിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്തോ, പിന്നെ ലവ് ചെയ്തോ. പിന്നെ ഇപ്പോൾ മാരേജ് ആയി ഈ വീട്ടിൽ ഞാൻ സന്തോഷമായി ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പക്ഷേ എനിക്ക് അത് പബ്ലിക്കായിട്ട് പറയാനും പറ്റില്ല. അത് ഞാൻ സ്കിപ്പ് ചെയ്യാം. പിന്നെ അടുത്ത നെക്സ്റ്റ് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഈ വീട്ടിലെ കാര്യം ഞാൻ പറയാം. നമുക്ക് മാരേജ് സമയത്ത് 2 ഫാമിലിയിൽ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മാരേജ് ചെയ്തിപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ 2 വർഷം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയോ, എനിക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രഗ്നന്റ് സമയത്ത് അപ്പുകുട്ടൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് പോകും, അമ്മ ജോലിക്ക് പോകും, എല്ലാവരും വൈകിട്ട് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ എൻസിക്യൂട്ടി ഉണ്ടായിരുന്നു. ആ എൻസിക്യൂട്ടിക്കിട്ടും ആ സമയത്ത് എനിക്ക് വർത്തമാനം പറയാൻ അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ആ സമയത്ത് ഏലുകുട്ടി മാത്രം ഉണ്ടായിരുന്നു, അമ്മച്ചി മാത്രം. അപ്പോൾ അമ്മച്ചി എന്തെങ്കിലും എനിക്കിട്ട് വർത്തമാനം പഠിച്ചു ആ സമയത്ത്. പക്ഷേ എനിക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ 2 വർഷം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. അതൊക്കെ കാരണം ഞാൻ പറയും. കാരണം നമുക്ക് ഞാൻ കെട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവരും പെണ്ണുങ്ങളും കെട്ടിക്കഴിഞ്ഞാൽ വേറെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നില്ല. അതിൽ അഡ്ജസ്റ്റ് ആവണം, മിങ്കിൾ ആവണം. ആ സമയത്ത് പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താ പറയും, പെറ്റിന് നമുക്ക് പുതിയ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ഫീല് തോന്നും. എനിക്ക് അങ്ങനെ തോന്നായിരുന്നു. നമുക്ക് ഓൾറെഡി ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അങ്ങനെ കാരണവും ഉണ്ടാവും, ഭയങ്കര അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഫീല് ചെയ്തായിരുന്നു കേട്ടോ, വേറെ ഒന്നുമില്ല. അങ്ങനെ അത് വരുമ്പോൾ ഒറ്റയ്ക്ക് ഫീൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ തോന്നും. അത് കാരണം ഞാൻ അമ്മച്ചി ഏലുകുട്ടി ഉണ്ടല്ലോ, അമ്മച്ചിക്ക് വീട് അപ്പുറത്തുണ്ട്, അർത്ഥമുണ്ട്. അപ്പൊ എനിക്ക് രാവിലെ എപ്പോഴും സോയിക്കുട്ടി വിളിക്കും. അപ്പൊ ഞാൻ സ്ഥിരം അവിടെ പോവും, അമ്മച്ചിക്ക് അവിടെ വീട്ടിൽ പോകുമ്പോൾ അമ്മ എന്തെങ്കിലും സംസാരിക്കും, എനിക്ക് അറിയില്ല റിപ്ലൈ ഇങ്ങനെ തിരിച്ച് പറയാൻ അറിയില്ല. വീണ്ടും ഞാൻ ട്രൈ ചെയ്യാൻ പഠിക്കുന്നതിന് വേണ്ടി അങ്ങനെ എനിക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഡെയിലി അമ്മച്ചിക്കിട്ട് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ എനിക്ക് മലയാളം പഠിച്ചു. എനിക്ക് ശരിക്കും എനിക്ക് ഇപ്പൊ ഐഡിയ ഇല്ല, ഇങ്ങനെ പഠിച്ച് പോയി. പിന്നെ ഒരു മാസത്തെ ഫുഡ് ഉണ്ടാക്കുന്ന എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഓൾറെഡി ഞാൻ അവിടത്തേക്ക് നേപ്പാളി ഫുഡ് ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനത്തെ മലയാളി കേരള ഫുഡ് ഉണ്ടാക്കുന്ന ആരില്ലല്ലോ. പണ്ടേ നമുക്ക് അപ്പുക്കുട്ടൻ ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് ജോലി ചെയ്യുന്നു. ആ സമയത്ത് നമുക്ക് റെന്റില് സ്റ്റേയിങ് ഉണ്ടായിരുന്നു ടോക്കസ് റോഡില്. അപ്പോൾ ആ സമയത്ത് അപ്പുക്കുട്ട കുറച്ച് ഇത് പച്ചക്കറി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. പക്ഷെ ഈ വീട്ടിൽ വരുമ്പോൾ പിന്നെ എനിക്ക് കുറെ ഡിഷ് ഉണ്ടാക്കുന്നു എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു. കാരണം അമ്മക്കും ഒരു ഹെൽപ്പ് ആവുമല്ലോ എനിക്ക്. അങ്ങനെ ആ സമയത്ത് ഞാൻ ചിന്തിച്ചോ. അപ്പോൾ ഫസ്റ്റ് കറി മാങ്ങ കറി ഉണ്ടാക്കിനും പഠിച്ചോട്ടെ. അമ്മ ഫസ്റ്റ് എനിക്ക് പറഞ്ഞു കൊടുത്തു, മസാല ഇങ്ങനെ ഇട്ടു അങ്ങനെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഉണ്ടാക്കി, പക്ഷെ ശരിയായില്ല. പക്ഷെ വീണ്ടും ചെയ്യുമ്പോൾ ഒക്കെ ശരിയായി. പിന്നെ ഇങ്ങനെ ഞാൻ മലയാളം പഠിച്ചോ, ഫുഡ് ഉണ്ടാക്കിനും പഠിച്ചോട്ടോ. കാര്യം എല്ലാവർക്കും ഡൗട്ട് ഉണ്ടല്ലോ, നമുക്ക് വീഡിയോ കാണാനും മാതിരി ലൈഫ് ഉണ്ടോ ഈ വീട്ടിൽ ആൾക്കാർക്ക് ചോദിക്കാനോ. അപ്പൊ ശരിക്കും പറയും, ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി ഈ വീട്ടില് അങ്ങനത്തെ പ്രശ്നങ്ങൾ സെയിം ഉണ്ടോ കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ സെയിം ഉണ്ടോ.
പക്ഷേ നമുക്കും ലൈഫ് നിങ്ങൾക്ക് മാതിരിയുണ്ട്. നമുക്കും വീട്ടിലെ വല്ലപ്പോഴും ഫൈറ്റ് ഉണ്ടാവും, വിഷമം ഉണ്ടാവും, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും, കാസുക്കും കുറെ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ ചെയ്യും, നമുക്ക് സന്തോഷം മാത്രം നിങ്ങൾക്ക് കാണിക്കുന്നു. കാരണം നമുക്ക് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ, ചിരിക്കുന്നുണ്ടല്ലോ. കുറെ ആൾക്കാർ ഭയങ്കര ചിരിക്കുന്നുണ്ടോ, സന്തോഷമുണ്ടോ അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് കുറേ ലൈഫിൽ പ്രോബ്ലംസുകളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ലൈഫ് ഉണ്ടോ, നമുക്ക് അങ്ങനെ ലൈഫ് ഉണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരേപോലത്തെ ഇല്ല. പല പലക്ക് ടെൻഷനുണ്ട്, പല പലക്ക് ലൈഫ് സ്റ്റൈലും ഉണ്ട്. അങ്ങനത്തെ നമുക്ക് ലൈഫിൽ അങ്ങനെ ഉണ്ടോ. പിന്നെ ഒരു കാര്യം, നമുക്ക് വീട്ടില് എല്ലാം ഇത് ബാലൻസ് ആയി വെക്കുന്നുണ്ടല്ലോ, അത് അപ്പുക്കുട്ട കാരണം മാത്രം ഉണ്ടോ. നമുക്ക് ലൈഫിലെ വീട്ടിലെ വല്ലപ്പുറം ഞാൻ അമ്മക്കിട്ടും ഫൈറ്റ് ചെയ്യും, സിരി അമ്മക്കിട്ടും ഫൈറ്റ് ചെയ്യും, വല്ലപ്പുറം ഏലുകുട്ടിക്കിട്ടും ഫൈറ്റ് ചെയ്യും. നമുക്ക് അങ്ങനെ ഉണ്ടോ മിസ്അണ്ടർസ്റ്റാൻഡിങ്. വല്ലപ്പുറം നമുക്ക് എപ്പോഴേ നമുക്ക് നല്ല മാത്രമായി ഇരിക്കുന്നു പറ്റില്ലല്ലോ. നമുക്ക് മനുഷ്യനല്ലേ. വല്ലപ്പുറം എന്റെയും തെറ്റുണ്ടാവും, വല്ലപ്പുറം അമ്മച്ചിക്കും തെറ്റുണ്ടാവും. അങ്ങനെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് വീട്ടില് എന്തെങ്കിലും ആവുമ്പോ അപ്പുക്കുട്ട 2 ഇല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഫൈറ്റ് സമീപിക്കില്ല. അപ്പുക്കുട്ട 2 ഇല്ലെങ്കിൽ 3 ദിവസം അകത്തെ ഉള്ളില് നമുക്ക് എല്ലാ പ്രോബ്ലംസ് തീർക്കുന്ന സമീപിക്കും. നമുക്ക് പിന്നെ ഓരോ മാസം ഞാൻ കുറെ റിയലൈസ് ചെയ്തോ, നമുക്ക് വരുമോലും പിന്നെ അമ്മച്ചി മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ ഫൈറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ മിഡലില് നമുക്ക് എന്താ പറയുക, ഹസ്ബൻഡ് കൂടുതൽ വിഷമിക്കും, കൂടുതൽ ടെൻഷൻ ഹസ്ബൻഡ് ഉണ്ടാവും. കാരണം ഹസ്ബൻഡ് ഒരു അമ്മയ്ക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല, ആ സമയത്ത് വൈഫിക്കും സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല. ഈ വീട് അല്ലേ, വീടിൽ നമുക്ക് എല്ലാവരും സന്തോഷമായിട്ട് പോകണം, ആ ചിന്ത ഹസ്ബൻഡ് ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് പെണ്ണുങ്ങൾക്ക് എന്താ ഒരു ഈഗോ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അത് സത്യം, എനക്കുമുണ്ട് കുറച്ച് ഈഗോ പ്രോബ്ലം. അങ്ങനത്തെ വരുമ്പോ നമുക്ക് ആ സമയത്ത് ഞാൻ എന്താണ് മിണ്ടുന്നു എനിക്ക് തോന്നും, നമുക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താണ് മിണ്ടുന്നു, അങ്ങനെ തോന്നുന്നുണ്ടാവും. നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനത്തെ പ്രശ്നമുണ്ട്. പക്ഷെ നമുക്ക് ആ സമയത്ത് നമുക്ക് ഹസ്ബൻഡോ ഫാദറോ ബ്രദറോ സണ്ണോ ആരെങ്കിലും പ്രശ്നം തീർക്കുന്ന അത് ആൾക്കാർ മാത്രം ഉണ്ടാവും കേട്ടോ. എല്ലാരും ഇപ്പൊ ഈ വീട്ടില് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അത് കാരണം എന്റെ ഹസ്ബൻഡും അപ്പുക്കുട്ട മാത്രം ഉണ്ടോ. ഇല്ലെന്നാ അപ്പുക്കുട്ട ഉണ്ടായിരുന്നില്ല, പണ്ട് ഞാനും ഈ വീട്ടില് പിരിഞ്ഞു പോയാർന്നേ. പക്ഷെ ഒറ്റ കാര്യം അപ്പുക്കുട്ട നമുക്ക് എന്തെങ്കിലും ഫൈറ്റ് ആവുമ്പോ അപ്പുക്കുട്ട 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യൂല. അപ്പൊ തന്നെ അപ്പുക്കുട്ട എന്താ ചെയ്യും, ഞാൻ തെറ്റുണ്ടോ അപ്പൊ തന്നെ സ്പോട്ടിൽ പറയും നീ തെറ്റുണ്ട്. അമ്മ തെറ്റുണ്ടോ അപ്പൊ തന്നെ അമ്മക്കും സ്പോട്ടിൽ പറയും തെറ്റുണ്ടോ. അങ്ങനെ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ലൈഫ് മുമ്പോട്ട് പോവില്ല. ആ റീസൺ ഉണ്ടോ, ഈ കാരണം ഉണ്ടോ എനിക്ക് അപ്പുക്കുട്ട ഭയങ്കര ഇഷ്ടം. റൈറ്റ് റോങ് അങ്ങനെ വേണം. ഞാൻ പറയുന്ന കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കാരണം മാത്രം നമുക്ക് ഇപ്പൊ കൂടുതൽ ലവ് സ്നേഹം ചിരി സന്തോഷമായിട്ട് പോണം. ഇല്ലനെ പോണേ ഈ വീട്ടില്. പിന്നെ അപ്പുക്കുട്ടൻ വല്ലപ്പുറം നമുക്കിട്ട് ഫൈറ്റ് ചെയ്യും, അമ്മക്കിട്ടേ എനിക്കിട്ടേ ഏൻസിക്കിട്ടേ. പക്ഷേ അപ്പുക്കുട്ട ഫസ്റ്റ് വരും, ഫൈറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ദേഷ്യം കഴിഞ്ഞിട്ട് നമുക്ക് സോറി പറയും. പക്ഷെ നമുക്ക് പെണ്ണുങ്ങള് സോറി പറയുന്ന ഇതില്ലല്ലോ, മര്യാദ ഇല്ലല്ലോ, സോറി പറയില്ലല്ലോ. അപ്പൊ ആ സമയത്തെ അപ്പുക്കുട്ട വരും, നമുക്ക് എല്ലാവർക്കും വർത്തമാനം പറഞ്ഞിട്ട് പ്രോബ്ലം സോൾവ് ആക്കിയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. അത് വേണം, അതില്ലെന്നാ പിന്നെ നമുക്ക് ലൈഫ് നന്നായിട്ട് പോവില്ല. പക്ഷെ ചില ആൾക്കാർക്ക് വീട്ടില് ഞാൻ എന്താ വൈഫിക്ക് തെറ്റുണ്ടോ, ഹസ്ബൻഡ് അറിയോ കേട്ടോ വൈഫിക്ക് തെറ്റുണ്ട്. പക്ഷെ ആ സമയത്ത് ഹസ്ബൻഡ് വൈഫിക്ക് ഇത് ചെയ്യും, എന്താ പറയും, വൈഫിക്ക് അയ്യോ പറയുന്ന പാടില്ലല്ലോ, വൈഫൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അമ്മക്കും തെറ്റുണ്ടോ, ചില സണ്ണ് അമ്മക്ക് ഇത് സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ വീട്ടിൽ അങ്ങനെ ഒന്നും നടക്കില്ല. ഞാൻ തെറ്റുണ്ടോ അപ്പുക്കുട്ട എനിക്ക് ഓൺ ദ സ്പോട്ട് നീ തെറ്റുണ്ടോ, നിനക്ക് ഇങ്ങനെ പറയാൻ പാടില്ല ഉണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യം ചെയ്യും. അമ്മക്കും തെറ്റുണ്ടോ അപ്പുക്കുട്ട അപ്പൊ തന്നെ പറയാം, നിങ്ങൾ എന്താണ് ഇങ്ങനത്തെ പറയുന്ന അറിയില്ലേ, പതുക്കെ പറ ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലം അപ്പൊ തന്നെ അവിടെ തന്നെ സോൾവ് ആക്കും. കാരണം നമുക്ക് പെണ്ണുങ്ങള് ഒരു മാസം 1 വർഷം 2 വർഷം വേണമെന്നോ അത് നീക്കി കൊണ്ടുപോകും. കുറച്ച് ഈ പ്രോബ്ലം അല്ലേ എല്ലാവർക്കും. പക്ഷെ അപ്പൊ കൂടെ അങ്ങനെ ഇല്ല കേട്ടോ. നമുക്ക് മാക്സിമം 2 ഡേയ്സ് ഇല്ലെന്നോ 3 ഡേയ്സ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലം സോൾവ് ആക്കി തരും. അങ്ങനെ വേണം. ഒരു വീട്ടില് നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഒരു ഫാമിലി നന്നായിട്ട്
പോകണമെന്നോ വേണമെന്നാ നമുക്ക് അങ്ങനത്തെ വേണം. പിന്നെ നമുക്ക് എല്ലാവരും ഓരോ അഡ്ജസ്റ്റിൽ പോകണം കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെന്നാ നമുക്ക് ലൈഫ് നന്നായിട്ട് പോകില്ല, കുറേ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ എല്ലാവർക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു ഹസ്ബൻഡ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, സിജിയാമ്മ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്ക് വീട്ടിൽ എല്ലാവരും വേണം. നമുക്ക് വീട്ടിൽ അമ്മച്ചിമാര്, അച്ഛന്മാരും, പിന്നെ ഹസ്ബൻഡും, വൈഫ്, ഒരു മോളും, പിന്നെ ഡോട്ടറും, പിന്നെ എല്ലാവരും നമുക്ക് ലൈഫിൽ വേണം. എല്ലാവരും ലൈഫിൽ ഉണ്ടെന്ന് നമുക്ക് പഠിക്കും. നമുക്ക് ഇപ്പോൾ ഞാൻ വരുമ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോഴും ഉണ്ടോ, എനിക്ക് പണ്ടേ വരുമ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അങ്ങനെ ഒന്നും അറിയില്ലല്ലോ ലൈഫ് എന്തുണ്ടോ. ആ പണ്ടത്തെ ലൈഫ് നമുക്ക് വേറെ. മാരേജ് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ വരുമ്പോൾ നമുക്ക് ആ ലൈഫ് വേറെ. അപ്പോൾ നമുക്ക് വീട്ടിലെ മെയിൻ അമ്മച്ചിമാര് അപ്പച്ചമാര് എന്താ ചെയ്യുന്നു അത് നോക്കി നമുക്ക് പഠിക്കും. നല്ല പഠിക്കും, ചീത്ത വാക്കും പഠിക്കും, നല്ല വാക്കും പഠിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാം നല്ല കാര്യം പഠിച്ചിട്ട് പോവാം. അങ്ങനത്തെ നമുക്ക് ഈ വീട്ടിലുണ്ടോ. എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഫസ്റ്റ് അമ്മക്ക് പറയും, സിജി അമ്മക്ക് പറയും. ഞാൻ ഹസ്ബൻഡിക്ക് പറയില്ല, അമ്മക്ക് പറയും. കാരണം അമ്മക്ക് അറിയുമല്ലോ, കൂടുതൽ കാര്യം അമ്മക്ക് അറിയും. അപ്പോൾ അമ്മ എനിക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും, എങ്ങനെ ഇങ്ങനെ ചെയ്യണ്ട, അങ്ങനത്തെ അമ്മ പറയും. അത് കഴിഞ്ഞിട്ട് അപ്പുക്കുട്ടൊക്കെ പറയും. കാരണം നമുക്ക് എന്താ പറയും, അമ്മമാർക്ക് അച്ഛന്മാർക്ക് അറിയുമല്ലോ കൂടുതൽ ഈ വേൾഡ് കാണുന്നുണ്ട്, ഈ നമുക്ക് അമ്മമാര് അച്ഛന്മാര് കാണുന്നു, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ പ്രോബ്ലംസ് എല്ലാം ഈ വീട്ടിൽ ഷെയർ ചെയ്യും. പിന്നെ എന്താ പറയും, നമുക്ക് പണ്ട് ഞാൻ പറഞ്ഞല്ലോ 2 years ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭാഷ അറിയില്ലല്ലോ, അത് കാരണമും ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ ഒന്നും പ്രശ്നമില്ലേ. പിന്നെ ഒരു കാര്യം പറയാം, നമുക്ക് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാരും പിന്നെ കല്യാണം ചെയ്യുന്നു പോണും ആൾക്കാർക്ക് വേണ്ടി പറയും. പെണ്ണുങ്ങൾക്ക് സൈഡില് പറയാട്ടോ ഞാൻ. പക്ഷെ ഇത് നമുക്ക് ഹസ്ബൻഡ്മാർക്ക് വേണ്ടി പറയുന്നുണ്ടോ ഞാൻ. നമുക്ക് പെണ്ണുങ്ങള് പകുതി ലൈഫ് നമുക്ക് ഫാമിലി കിட்ட ഉണ്ടാവും അല്ലേ, അച്ഛൻ അമ്മ ബ്രദർ സിസ്റ്റർ. പിന്നെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ നമുക്ക് എല്ലാം ഹസ്ബൻഡ് ഫാമിലി അല്ലേ. അപ്പോൾ ആ സമയത്ത് കെട്ടിക്കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വീട്ടിൽ ഒരു പുതിയ വീട്ടിൽ വരുമ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് ഹസ്ബൻഡോ നമുക്ക് ഫാമിലി എല്ലാം നമുക്ക് സപ്പോർട്ട് ചെയ്യാം, പെണ്ണുങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. കാരണം പറയുന്നത് ഞാൻ, കാരണം നമുക്ക് പകുതി ജീവിതം നമുക്ക് അച്ഛനും അമ്മക്ക് കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പുതിയ വീട്ടിൽ വരുമ്പോൾ മാരേജ് സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. പക്ഷേ മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയ വീട്ടിൽ നമുക്ക് ചെല്ലുമ്പോൾ കുറേ എന്താ പറയുക, കുറേ പ്രശ്നങ്ങൾ തോന്നും. അപ്പോൾ ഇത് കാരണം ഞാൻ പറയുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം, കെയർ ചെയ്യാം. തെറ്റ് ചെയ്യുമ്പോൾ പിന്നെ തെറ്റ് പറയുന്നു കേട്ടോ, തെറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ, നല്ലൊക്കെ വേണ്ടി മാത്രം നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ഭയങ്കര ലോൺലി ഫീൽ ചെയ്യും. നമുക്ക് എന്താ പറയും, ചില പെണ്ണുങ്ങൾക്ക് വീട് അടുത്ത ഉണ്ടാവുമോ, ഹസ്ബൻഡിക്ക് വീട് അടുത്ത ഉണ്ടാവും. പക്ഷെ ചില പെണ്ണുങ്ങൾക്ക് വീട് ദൂരം ഉണ്ടാവും. എൻ്റെ ഇത് വീട് ദൂരം ഉണ്ടല്ലോ, നമുക്ക് അപ്പൊ തന്നെ വീട്ടിൽ പോകണം, പിന്നെ നമുക്ക് പറ്റൂല. പക്ഷേ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഒരു വൈഫിക്ക്. പിന്നെ ഫാദറിൻ്റെ മദറിന് എല്ലാവരും ഒരു സപ്പോർട്ട് ഫാമിലി ആയി സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. കാരണം റീസണ് ഞാൻ പറയാം, നിങ്ങൾ ആണുങ്ങളും മാരേജ് ചെയ്ത് കഴിഞ്ഞ ശേഷം പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പോയി നിൽക്കുമ്പോൾ, ഒരാഴ്ച നിൽക്കുമ്പോൾ 2 ആഴ്ച നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നും? ആ സമയത്ത് നിങ്ങൾക്ക് ഫ്രീഡം തോന്നൂലല്ലോ. അങ്ങനത്തെ നിങ്ങൾക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് പെണ്ണുങ്ങൾക്കും നമുക്ക് പുതിയ വീട്ടിൽ ചേർക്കുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടും ഉണ്ടാവും. കാരണം നമുക്ക് സ്വന്തം വീട്ടിൽ ഒരു ഫ്രീഡം ഒരിക്കലും നമുക്ക് ഹസ്ബൻഡ് വീട്ടിൽ അങ്ങനത്തെ നമുക്ക് വീട്ടിൽ നമുക്ക് എന്താ സ്വന്തമായിട്ട് നമുക്ക് എന്താ ചെയ്യും ഇഷ്ടമില്ല, നമുക്ക് വീട്ടിൽ ആരും ചോദിക്കുമ്പോൾ പോവില്ല. പക്ഷെ നമുക്ക് പുതിയ വീട്ടിൽ പോകുമ്പോൾ നമുക്ക് ടെൻഷൻ വരും, പേടി ഉണ്ടാവൂലേ. ഹസ്ബൻഡിക്ക് വീട്ടിൽ ചോദിക്കില്ല, പക്ഷെ നമുക്ക് അയ്യോ എന്താ പറയോ, അങ്ങനത്തെ നമുക്ക് ഫീൽ ഉണ്ടാവും, നമുക്ക് പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ വരുമ്പോൾ മിക്കവാറും വീട്ടിലെ കുറേ പ്രശ്നങ്ങൾ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പ്രശ്നങ്ങൾ വരണുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ടോ. പക്ഷെ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ. നമുക്ക് മാക്സിമം ഇത് ചെയ്ത് കൊടുക്കാം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ കാര്യം, നമുക്ക് പെണ്ണുങ്ങളിൽ വളരെ ഛർദിക്കണില്ല
ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു. ചില വാക്കുകൾ പറയാൻ പാടില്ല. പെണ്ണുങ്ങൾ മെയിൻ നമുക്ക് പെണ്ണുങ്ങൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. നമുക്ക് ഒരു മാരേജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ്ക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഹസ്ബൻഡ് രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വരും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ ലൈഫിൽ. പിന്നെ ജോലി സമയത്ത് കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും, വീട്ടിലും കുറേ പ്രശ്നങ്ങളും ഉണ്ടാവും. ആ സമയത്ത് ഫുൾ ടൈം നമുക്ക് ഹസ്ബൻഡ്ക്ക് ഇത് എന്താ പറയും, കൂടുതൽ ടെൻഷൻ കൊടുക്കണ്ട, ടോർച്ചർ ചെയ്യണ്ട, കൂടുതൽ ടെൻഷൻ കൊടുക്കണ്ട. കാരണം ആ ഹസ്ബൻഡും ഉണ്ടാവുമല്ലോ നമുക്ക് ലൈഫ് ഫ്യൂച്ചർ ഫുൾ കാണണം. നമുക്ക് ഹസ്ബൻഡ്മാർക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഈ വൈഫിക്ക്, ഈ പിള്ളേർക്ക്, പിന്നെ സ്വന്തം പാരൻസ്ക്ക് ഇങ്ങനെ ലൈഫിൽ സേഫായിട്ട് കൊണ്ടുപോകണം. എല്ലാ വീട്ടിൽ ഹസ്ബൻഡ്മാർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? ഈവൻ നമുക്ക് പെണ്ണുങ്ങൾക്കും ഉണ്ടോ, പക്ഷെ കൂടുതൽ ആണുങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഒരു വൈഫ്, ചിൽഡ്രനോ, പാരൻസ്ക്ക് നല്ല പോണൊക്കെ വേണ്ടി. അപ്പോൾ നമുക്ക് വൈഫ്മാരും ചിന്തിക്കണം വീട്ടിലെ വർക്ക് വേണ്ട, മാക്സിമം വർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം, കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോവാം. കുഞ്ഞു വിഷയം കിട്ടുമ്പോൾ അപ്പം നമ്മൾ ഫൈറ്റ് ചെയ്ത് പോവില്ല, അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ഞാനും പണ്ട് കുഞ്ഞു മാറ്റർ ഉണ്ടും ചൊറയിനും പോവും കേട്ടോ. എൻ്റെ ലൈഫിൽ അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ആ ലാംഗ്വേജ് പ്രശ്നം വരുമ്പോൾ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ ആൾക്കാർ നല്ലൊക്കെ വേണ്ടി പറയുമ്പോൾ എനിക്ക് ആ സമയത്ത് നല്ല ഇല്ലേ തോന്നും. അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു, എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അത് കാരണം നിങ്ങൾക്കും പറയുന്നുണ്ട്, നമുക്ക് മാക്സിമം സ്മോൾ കാര്യങ്ങൾ എല്ലാം നമുക്ക് മാറ്റി നിർത്താം. കുഞ്ഞു പ്രശ്നങ്ങൾ നമുക്ക് ഒരു ചെവില് കേൾക്കാം, ഒരു ചെവില് കളയാം, അങ്ങനത്തെ ചെയ്യാം. നല്ലത് നമുക്ക് അനുസരിക്കണം, പക്ഷേ കൊല്ലുള്ളത നമുക്ക് മാറ്റി കളയാം. അങ്ങനെ ഉണ്ട്. കാരണം നമുക്ക് എന്താ പറയുക, ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനാണ് അല്ലേ. ഹസ്ബൻഡ് തലാലേ ഉണ്ട്, ഹസ്ബൻഡ് നമുക്ക് എന്താ പറയുക ഷോൾഡർ തലാലേ ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഫാമിലി എങ്ങനെ സേഫായിട്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം, അതൊക്കെ നമുക്ക് ഹസ്ബൻഡിലേ ഉണ്ട്. പിന്നെ ജസ്റ്റ് ചിന്തിച്ച് നോക്കൂ, ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്തോരം ലൈഫിലെ പ്രോബ്ലംസ് ഉണ്ടാവും. അതൊക്കെ എൻ്റെ ലൈഫിലും എൻ്റെ വീട്ടിലും എല്ലാം ഇത് മുമ്പോട്ട് ഇങ്ങനെ സേഫ് ആക്കി കൊണ്ടുപോകണം. അതൊക്കെ പ്ലാനിങ് എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും. ഇപ്പം എൻ്റെ ലൈഫിൽ ഇല്ല, ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും. പ്ലാനിങ് ഒക്കെ എൻ്റെ വൈഫിക്ക്, എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ എല്ലാവർക്കും മുമ്പോട്ട് ഇങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ സേഫായിട്ട് കൊണ്ടുപോകും, അത് എല്ലാം നമുക്ക് ഹസ്ബൻഡ്മാർ ചിന്തിക്കും. പിന്നെ ഒരു കാര്യം നമുക്ക് മാക്സിമം ഹസ്ബൻഡ്ക്ക് നമുക്ക് എന്താ പറയും, അത് ഇങ്ങനെ ചെയ്തോ അങ്ങനെ ചെയ്തോ. നമുക്ക് സ്വാഭാവികമായിട്ട് വീട്ടിലും വരുമ്പോഴും അമ്മായി ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് മാക്സിമം സ്വന്തം നിങ്ങൾ രണ്ടുപേരും തീർക്കാൻ ശ്രമിക്കാം. അത് കുഞ്ഞു വിഷയം നമുക്ക് വലിയ ആയിട്ട് കാര്യം എടുക്കണ്ട, അത് നമുക്ക് മാക്സിമം പെട്ടെന്ന് തീർക്കുന്നു ചെയ്യാം. കാരണം ഹസ്ബൻഡ് ഡ്യൂട്ടിയിൽ വരുമ്പോൾ രാവിലെ പോവും, ഡ്യൂട്ടിയിൽ രാത്രിക്ക് വരും. ആ സമയത്ത് പാവം ഹസ്ബൻഡ്മാർക്കും റെസ്റ്റ് വേണമല്ലേ, ഫുൾ ടൈം ജോലി ഉണ്ടോ. പിന്നെ വീട്ടിൽ വരുമ്പോൾ ഹസ്ബൻഡ്മാർക്ക് സമാധാനം കിട്ടും. പക്ഷെ ആ സമയത്ത് നമുക്ക് വീട്ടിക്ക് പ്രശ്നം എല്ലാ ഹസ്ബൻഡ്ക്ക് തലാലെ കേറ്റുമ്പോൾ ഹസ്ബൻഡ്ക്ക് എന്താ വരും, ഹസ്ബൻഡ്ക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരൂലേ. അപ്പോഴത്തെ ചില ഹസ്ബൻഡ്മാർ വേറെ രീതിയിൽ പോവും, വെള്ളം കുടിയോ, അങ്ങനത്തെ ടെൻഷൻ കൂടുതൽ വരുമ്പോൾ വെള്ളം കുടിക്കും, അങ്ങനത്തെ കുറേ ബാഡ് അങ്ങനത്തെ രീതിയിൽ പോവും. എല്ലാ ഫാമിലിമാർക്കും ഞാൻ പറയുന്നുണ്ടോ, മാക്സിമം നമുക്ക് എല്ലാ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. അങ്ങനത്തെ നമുക്ക് ലൈഫ് മുമ്പോട്ട് നന്നിട്ട് പോകും. പിന്നെ അടുത്ത കാര്യം ഞാൻ പറയും, ചില ആണുങ്ങൾ മാരേജ് കഴിഞ്ഞിട്ട് കുടി സ്റ്റാർട്ട് ചെയ്യും. ചില ആൾക്കാർ കുടിക്കില്ലല്ലോ, മാരേജിന് മുമ്പും കുടിക്കില്ല. പക്ഷെ ചില ആൾക്കാർ മാരേജ് കഴിഞ്ഞിട്ട് കുടിക്കും. അത് എന്താ കാരണം, അത് നമുക്ക് പെണ്ണുങ്ങൾ കാരണം. നമുക്ക് പെണ്ണുങ്ങൾ നമുക്ക് ഫുൾ ഇതെന്താ ഹസ്ബൻഡ്ക്ക് കുറ്റം പറഞ്ഞിട്ട് കൊടുക്കും, അത് ചെയ്ത് ഇത് ചെയ്ത്. പക്ഷെ അങ്ങനെ ഒരിക്കലും അത് ചെയ്യാൻ കാരണം നമുക്ക് സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഹസ്ബൻഡ്മാരെയൊക്കെ ചെയ്യുന്നുണ്ടോ. ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് നമുക്ക് എന്താ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഹസ്ബൻഡ്മാർക്ക് കുറേ ടെൻഷനും ഉണ്ട്, കുറേ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ നമുക്ക് ആ ഹസ്ബൻഡ്മാർ നമുക്ക്
ലൈഫ് നമുക്കൊന്നും പറയുന്നില്ല, ടെൻഷനൊന്നും പറയില്ല, സന്തോഷിപ്പിക്കുന്ന വേണ്ടി മാത്രം പറയും. പക്ഷെ ടെൻഷൻ നമുക്ക് ഫുള്ള് പറയില്ല. ആ ടെൻഷൻ എല്ലാം സ്വന്തം ആണുങ്ങൾ ടെൻഷന് സ്വന്തം വെക്കും. അപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾ എന്താ ചെയ്യുന്നു, മാക്സിമം ഹസ്ബൻഡ്മാർക്ക് സന്തോഷമായിട്ട് വെക്കാം, പിന്നെ ഹാപ്പി ആയിട്ട് വെക്കാം, ഹാപ്പി ആയിട്ട് ജീവിക്കാം, ഫാമിലി കിറ്റും നമുക്ക് നന്നായിട്ട് നിൽക്കാം, മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അങ്ങനത്തെ നമുക്ക് ലൈഫിൽ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ലൈഫ് സന്തോഷമായി പോകും. ഞാൻ പറയുന്ന എല്ലാ സമയത്തും ലൈഫ് ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഹാപ്പി ഉണ്ടാവും, അങ്ങനെ ഇല്ലേ. പക്ഷെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് സ്വന്തം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം ലൈഫിൽ. അപ്പോഴത്തെ ലൈഫിൽ സന്തോഷമായിട്ട് പോവും, വഴക്കുണ്ടാവൂല വീട്ടിൽ. ഫുൾ ടൈം നമുക്ക് വീട്ടിൽ ഒരു വരുമോളൂ പിന്നെ അമ്മച്ചി വീട്ടിൽ ഫുൾ ടൈം വഴക്കുണ്ടാക്കും. ആ ഹസ്ബൻഡ്, ആ മോനോ, ആ ഹസ്ബൻഡ്ക്ക് എന്താ ഉണ്ടാവും ചിന്തിച്ച് നോക്കൂ. നമുക്ക് ആ ഹസ്ബൻഡ് സ്ഥലം നമുക്ക് ചിന്തിച്ച് നോക്കണം, പിന്നെ നമുക്ക് മോൻക്ക് സ്ഥലം ചിന്തിച്ച് നോക്കണം, സ്വന്തം വരുമോൾക്ക് സ്ഥലം നമുക്ക് ചിന്തിച്ച് നോക്കണം, പിന്നെ സ്വന്തം അമ്മച്ചി അമ്മായി എല്ലാവർക്കും സ്ഥലം നമുക്ക് ചിന്തിച്ച് നോക്കണം. അപ്പോൾ തന്നെ നമുക്ക് ലൈഫ് മുമ്പോട്ട് നന്നായിട്ട് പോവും, ഹാപ്പി ആയിട്ട് ഇരിക്കും. എല്ലാവർക്കും ഒരു കുഞ്ഞു കഥ പറയാം. അപ്പോൾ നമുക്ക് രണ്ടാള് ലവ് ചെയ്തിട്ട് പ്രേമിച്ചിട്ട് കല്യാണം കഴിഞ്ഞു. പക്ഷേ ബോയ്ക്ക് കുറച്ച് കുറവാ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ പെൺകൊച്ച് അത് എല്ലാം കണ്ടിട്ട് മാരേജ് ചെയ്തു. പക്ഷെ ശരിക്കും അതല്ലേ ലവ് ഇസ് ബ്ലൈൻഡ് പറയൂല, അങ്ങനത്തെ. പക്ഷേ എന്താ പ്രശ്നം, എന്താ പ്രശ്നം അറിയോ, ബോയ്ക്ക് അമ്മക്ക് മദറിനിലൊക്കെ ഇത് കല്യാണം ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ കല്യാണം കെട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നിച്ചോ. കുറച്ച് സമയത്ത് പ്രശ്നമുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നു. ഈ പെൺകൊച്ച് എപ്പോഴും ചീത്ത പറയും, ശല്യപ്പെടുത്തും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നു. പക്ഷെ നമുക്ക് ഒരു കാര്യം ചിന്തിച്ച് നോക്കൂ, നമുക്ക് സ്വന്തം മോൻക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കുറവുണ്ടോന്നോ അത് കണ്ടിട്ടും ആ പെൺകൊച്ച് ആ വീട്ടിൽ വരണു, റെഡി ആയി കെട്ടിച്ച് ആ വീട്ടിൽ വന്നു. നിങ്ങൾക്ക് മോൻക്ക് വേണ്ടി എല്ലാ ഇത് ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യണം, നിങ്ങൾ സന്തോഷിപ്പിക്കുന്നു അല്ലേ. പക്ഷെ അതിൽ അപ്പോസിറ്റ് നമുക്ക് എപ്പോഴും ആ കൊച്ചൊക്കെ ചീത്ത പറയും, നല്ല ഇല്ല കൊള്ളൂല അങ്ങനെ പറയാൻ ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട. ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ ചെയ്യുന്നു. അങ്ങനത്തെ പെൺകുട്ടി ആരുമേ ഉണ്ടാവില്ല. പിന്നെ പെൺകുട്ടിക്ക് മാത്രം കാര്യമില്ലേ, ആൺകൊച്ചയും സപ്പോസ് ആൺകൊച്ചയും അങ്ങനത്തെ പ്രേമിച്ചോല്ലു കല്യാണം കഴിച്ചോ, ആ പെൺകുട്ടിക്കും എന്തെങ്കിലും കുറവാ ഉണ്ടെന്നാ ആ ഹസ്ബൻഡ് എല്ലാം സ്വീകരിച്ച് എല്ലാം ലവ് ചെയ്തിട്ട് പിന്നെ മാരേജ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് പെൺകുട്ടിക്ക് അമ്മ ഫാദർ ഫാമിലിയും ആ ആൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ. എപ്പോഴും ചീത്ത പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് ചിന്തിക്കുന്നു. ഒരിക്കലും അങ്ങനെ നമുക്ക് ചെയ്യണ്ട. കഥ വേറെ രീതിയിൽ പോയി, നമുക്ക് കഥാക്കിയിട്ട് വരാം, കഥ സ്റ്റോറിയിൽ വരാം. ഇത് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനത്തെ സ്വന്തം മോൻക്ക് എന്തെങ്കിലും കുറവുണ്ടോ അത് കണ്ടിട്ടും ആ പെൺകുട്ടി മാരേജ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യണ്ട. കാരണം നമുക്ക് സ്വന്തം മോൻക്ക് ഹാപ്പിനെസ് നോക്കണം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അമ്മച്ചിമാർക്ക് സ്വന്തം ഇഷ്ടത്തെ മാരേജ് ചെയ്ത് കൊടുക്കാം. സപ്പോസ് മോൻക്ക് സ്വന്തം ഹാപ്പിനെസ് കണ്ടില്ലേനാ സ്വന്തം അമ്മച്ചിമാർക്ക് ഇതുണ്ടല്ലോ, സെലക്ഷൻ ഉണ്ടല്ലോ, അത് ചെയ്തിട്ട് മാരേജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സപ്പോസ് ഫ്യൂച്ചറിൽ സ്വന്തം മോൻക്ക് നോക്കില്ലേനാ, അങ്ങനെ കെയർ ചെയ്തില്ലേനാ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യും? നിങ്ങൾക്ക് ലൈഫ് ടൈം ഫുള്ള് നോക്കണം പറ്റൂലല്ലോ. അപ്പോൾ ഇതിൽ നല്ല നമുക്ക് ലവ് ചെയ്ത് ചെറുക്കനെ സ്നേഹിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് നോക്കണം. അത് നമുക്ക് അതിൽ വലിയ സന്തോഷം എന്താ? നമുക്ക് സ്വന്തം പിള്ളേർ മക്കൾ സന്തോഷമായി ജീവിക്കുന്നുണ്ടെന്ന് അതിൽ വലിയ കാര്യം, വേറെ എന്താ വേണം നമുക്ക് ലൈഫിൽ? നമുക്ക് മക്കൾക്ക് ഹാപ്പിനെസ് നമുക്ക് ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ കഥ നിങ്ങൾ റിയൽ ആയിട്ടും കൊണ്ടുപോവാം, ഇല്ലെന്ന സ്റ്റോറി ആയിട്ടും കൊണ്ടുപോവാം. പിന്നെ ഞാൻ ഒരു വന്ന് പറയും, ഈ പെൺകൊച്ച് ഈ ആൺകൊച്ചൊക്കെ എല്ലാം കുറവാണ് കണ്ടിട്ടും കെട്ടിച്ച് കഴിഞ്ഞു വീട്ടിൽ വന്നു. എനിക്ക് ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്യാം. കാരണം ഇത് ഇങ്ങനത്തെ ലൈഫിൽ ആരെങ്കിലും ചെയ്യും. ഇപ്പോഴത്തെ ജനറേഷൻ ആരുമേ അങ്ങനെ ചെയ്യൂല. പിന്നെ നമുക്ക് മാക്സിമം മദറിനെല്ലാം സപ്പോർട്ട് ചെയ്താൽ ലൈഫ് നന്നായിട്ട് സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് പോവും. കാരണം നമുക്ക് വീട്ടിലെ എന്താ പ്രശ്നങ്ങളും വരുമ്പോൾ
ആരുമേ ഉണ്ടാവില്ല. ഈ നമുക്ക് വീട്ടിൽ ആൾക്കാർ മാത്രം ഉണ്ടാവുള്ളൂ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ വീട്ടിൽ ആൾക്കാർ മാത്രം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വേണ്ടി നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് ഫാമിലിക്ക് വേണ്ടി കൊടുക്കാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടോ. പിന്നെ അടുത്ത എന്റെ ഭാഗത്ത് ഒരു ഡയലോഗ് പറഞ്ഞു കൊടുക്കാം എല്ലാവർക്കും. നമുക്ക് പ്രശ്നം ഇല്ലാത്ത മനുഷ്യനില്ല, പിന്നെ ഫുൾ ടൈം നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കണം ആരുമേ ഇല്ല. അപ്പൊ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.